ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. അപ്പം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ പുതുവർഷമായിട്ട് പല ആൾക്കാർക്കും പല ന്യൂ ഇയർ റെസൊല്യൂഷനൊക്കെ കാണും. ഇതുവരെ പ്രോഫിറ്റബിൾ ആകാത്ത ആൾക്കാർക്ക് ഇനി പ്രോഫിറ്റബിൾ ആകണം. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ പല ആൾക്കാർക്കും കാണും. ട്രേഡിംഗ് ഫീൽഡിനെ ബേസ് ചെയ്താണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിട്ട് പോകാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുമ്പം സയൻസ് ബിഹൈൻഡ് ഇമോഷണൽ ഡിസിഷൻ മേക്കിംഗ്. അതായത് നമ്മുടെ ഇമോഷൻസ് ആണ് നമ്മുടെ ട്രേഡിങ്ങിൽ ഏറ്റവും കൂടുതൽ വില്ലനായിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രീയമായ വിശദീകരണം നമുക്ക് ആവശ്യമുണ്ട്. എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. കാരണം എന്താണ് കുഴപ്പം, എങ്ങനെയാണ് കുഴപ്പമെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ഉള്ളൂ കൃത്യമായിട്ട് അതിനെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് ഈ ഇമോഷൻസ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, എന്തുകൊണ്ടാണ് നമുക്ക് എത്ര കറക്റ്റ് ചെയ്താലും ഈ ഇമോഷൻസ് നമുക്ക് കറക്റ്റ് ആകാത്തത്, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ റൂട്ട് കോസ് കണ്ടുപിടിച്ച് അതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം മനുഷ്യൻ ഒരു പരിണാമം സംഭവിച്ചു വന്ന ജീവി എന്ന് എല്ലാവർക്കും അറിയാം. അപ്പം നമ്മൾ ഈ പരിണാമങ്ങൾ എന്ന് പറയുമ്പോൾ വർഷങ്ങൾ അല്ല നൂറ്റാണ്ടുകൾ പതിറ്റാണ്ടുകൾ എടുത്ത്, പതിറ്റാണ്ടുകളല്ല കോടിക്കണക്കിന് വർഷങ്ങൾ ആയിട്ട് പരിണാമം സംഭവിച്ചു വരുന്നൊരു ജീവിയാണ് മനുഷ്യൻ. അപ്പം നമ്മളെ ഒരു DNA എന്ന് പറയുന്നത് മനുഷ്യനുണ്ടായ കാലം തൊട്ട് മ്യൂട്ടേഷൻ സംഭവിച്ച് മോഡിഫൈഡ് ആയിട്ട് വന്ന ഒരു ആധുനിക സ്പീഷീസാണ് ഇപ്പോൾ നിൽക്കുന്ന മനുഷ്യൻ. അപ്പോൾ നമ്മുടെ DNA ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമ്മുടെ തലച്ചോറ് അതനുസരിച്ചായിരിക്കും അതിന് റെസ്പോൺസ് ചെയ്യുന്നത്. മനസ്സിലായി? നമ്മൾ കാട്ടിലൊക്കെ ജീവിച്ച സമയത്ത്, നമ്മളല്ല നമ്മുടെ പൂർവികർ കാട്ടിലൊക്കെ ജീവിച്ച സമയത്ത് മനുഷ്യനാണ് ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ആനിമൽ, അറിയാമല്ലോ. അപ്പം മറ്റുള്ള ജീവികളെ പോലെ നമുക്ക് ഹണ്ട് ചെയ്യാൻ പറ്റത്തില്ല. അവർ നമ്മളെ ആക്രമിച്ചാൽ നമുക്ക് ഫിസിക്കലി അവരെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. അപ്പം കാട്ടിലൂടെയൊക്കെ ഇങ്ങനെ ഇരതേരിയൊക്കെ നടക്കുന്ന സമയത്ത് പുലിയോ അല്ലെ ആനയൊക്കെ മുന്നിൽ വന്ന് വെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒറ്റയടിക്ക് മനുഷ്യനെ അവർ കൊന്നു കളയും. അപ്പം നമുക്കതിൽ നിന്ന് ഓടി ഓടിക്കാനല്ല വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല. അപ്പോൾ ഓടി ഓടിച്ചേ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ ഭയങ്കര അലേർട്ടായിരിക്കണം. ഈ വക സാധനങ്ങളൊക്കെ വളരെ പതുങ്ങിയായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ ഹൈ അലേർട്ടായിരിക്കണം. അപ്പം നമ്മുടെ അലേർട്ട്നെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഇൻബോർഡായിട്ട് നമുക്ക് വരുന്ന സംഭവമാണ്. അതായത് നമുക്ക് ആ അലേർട്ട്നെസ് ഉണ്ട്. അപ്പം അപകടം എന്നുള്ള സംഭവം കാണുമ്പോൾ നമ്മൾ ഭയങ്കര ഹൈ അലേർട്ടായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് മനുഷ്യനുണ്ടാകത്തില്ല. നേരത്തെ തന്നെ ആ സ്പീഷീസിൻ്റെ കാര്യത്തിലൊക്കെ തീരുമാനമായിന്. അപ്പം നമ്മൾ അന്നത്തെ കാലത്തിൽ, നമ്മളല്ല നമ്മുടെ പൂർവ്വർ അന്നത്തെ കാലത്തിൽ ഹൈ അലേർട്ടായി വന്നുകൊണ്ടാണ് നമ്മൾ പിന്നെ ആധുനികവൽക്കരിച്ചൊക്കെ വന്നപ്പോഴത്തേക്കും ബിൽഡിങ്സൊക്കെ കെട്ടി കാട്ടിൽ നിന്നൊക്കെ പുറത്തിറങ്ങി നാട്ടിലൊക്കെ ജീവിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഇപ്പോൾ അതിന് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ നമ്മൾ ട്രേഡിങ് പോലത്തെ സ്ഥലത്തോട്ട് വരുമ്പോഴത്തേക്കും അന്നത്തെ ആ ഒരു മനുഷ്യൻ്റെ ചിന്താഗതി, ആ ഒരു നമ്മുടെ തലച്ചോറിനകത്ത് നമ്മുടെ DNA ആയിട്ട് ഇങ്ങനെ ഫീഡായി വന്ന കുറച്ച് സാധനമുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇവിടെ നമുക്കൊരു വെല്ലുവിളിയായിട്ട് വരും. ഇപ്പം നമുക്ക് കടുവയോ സിംഹത്തിനെ ആനയൊന്നും പേടിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ കാട്ടിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആവക കാര്യങ്ങൾ ഓർത്ത് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നമ്മൾ നല്ല ഒന്നാമതിനെ കെട്ടറപ്പുള്ള വീട്ടിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. പക്ഷേ നമ്മൾ ബിസിനസ്സിലോട്ട് അല്ലെങ്കിൽ ട്രേഡിങ്ങിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ട് വന്ന സംഭവങ്ങളുണ്ടല്ലോ, ഇത് നമ്മളെ പല കാര്യങ്ങളും ചെയ്യാൻ അനുവദിക്കത്തില്ല. കാരണം നമ്മുടെ പേടി എന്നുള്ള സംഭവം നമുക്ക് ഇൻബോൺ ആയിട്ട് മനുഷ്യൻ്റെ DNAക്കകത്ത് വരുന്ന സംഭവമാണ്. അപ്പോൾ നമുക്ക് ആ പേടി എലിമിനേറ്റ് ചെയ്യാന്ന് വെച്ചാൽ കംപ്ലീറ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് അതിൻ്റെ ഒരു സത്യം എന്ന് പറയുന്നത്. നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പേടി, ഇപ്പോൾ ട്രേഡ് എടുക്കാനുള്ള പേടി, നഷ്ടം വരുമെന്നുള്ള പേടി, ഈ വക പേടികൾ എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പോൾ ഈ ഒരു പേടിയാണ് ഷെയർ മാർക്കറ്റിൽ നമ്മളെ പുറകോട്ട് വലിക്കുന്ന സംഭവം. പക്ഷേ ഈ പേടി എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് പ്രോഫിറ്റ് ആവാൻ പറ്റും, നമുക്കും അറിയാം. പക്ഷേ അത് എലിമിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. കാരണം നമ്മുടെ DNA ആണ് നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കുന്നത്. ഇവിടെ കിട്ടിയോ? നമ്മുടെ DNA ഇൻക്ലൂഡ് ആയിട്ട് വന്നൊരു സംഭവമാണ് ഇതെല്ലാം. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഒറ്റ ദിവസം കൊണ്ട്, അല്ലെങ്കിൽ ഒരു 10 ദിവസം 12 ദിവസം കൊണ്ട് ഓവർകം ചെയ്ത് കളയാന്ന് പറഞ്ഞാൽ അത് നടക്കുന്നൊരു കാര്യമല്ല. ഇത്ര ഇവല്യൂഷൻ സംഭവിച്ച് വന്നൊരു സ്പീഷീസ് നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് സ്വിച്ചിട്ട് മാറ്റാമെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് പല ആൾക്കാരും എത്ര ശ്രമിച്ചിട്ടും അത് നമുക്ക് ചെയ്യാൻ പറ്റാതെ വരുന്നതിൻ്റെ പ്രധാന കാരണം. അതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ് ഞാൻ പറഞ്ഞത്. നമ്മൾ എത്രയേറെ പരിശ്രമിച്ചാലും നമുക്ക് പൂർണ്ണമായിട്ട് ഈ സംഭവങ്ങൾ ഒഴിവാക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയാലുള്ള കുഴപ്പം നിങ്ങൾ ആലോചിക്കുക. നിങ്ങളിപ്പോൾ കാട്ടിൽ ട്രക്കിങ്ങിന് പോയപ്പോഴത്തേക്കും നിങ്ങളൊരു ആന കുത്താൻ വന്നപ്പോഴത്തേക്കും നെഞ്ചും വെച്ച് ചെന്ന് കഴിഞ്ഞാൽ ആന വന്ന് കുത്തിയിട്ട് പോകും. മനസ്സിലായോ? അപ്പം നമുക്ക് പേടി എന്ന് പറഞ്ഞ സംഭവം നമുക്ക് ലൈഫിൽ വളരെ ആവശ്യമുള്ള സംഭവമാണ്. കാരണം പേടിയില്ലെന്നുണ്ടെങ്കിൽ അവിടെ മണ്ടത്തരം സംഭവിക്കാൻ സാധ്യത കൂടുതല. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര വീക്കസ്റ്റ് ആയിട്ടുള്ള ഒരു ആനിമലാണ്. നമ്മൾ കാട്ടിൽ കയറിയാൽ പിന്നെ നമ്മളൊന്നുമല്ല. കാട് മാത്രമല്ല, നാട്ടിലും ഇഷ്ടംപോലെ പേടിക്കേണ്ട സംഭവങ്ങളില്ലേ. അപ്പം നമ്മൾ വലിയ ധൈര്യം കാണിച്ച് ആവശ്യമില്ല സ്ഥലത്തൊക്കെ നിന്ന് കയറി കഴിഞ്ഞാൽ പണി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ പേടി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ സേഫ്റ്റിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. പേടിക്കണം. പേടിയില്ലായ്മ എന്ന് പറഞ്ഞാൽ മണ്ടത്തരമാണെന്ന് ഇതേ സിനിമയ്ക്ക് പറയുന്നുണ്ട്. അതുകൊണ്ട് പേടിക്ക് തന്നെ വേണം നമ്മൾ പല സന്ദർഭങ്ങളിൽ. കാരണം നമ്മുടെ സർവൈവലുമായിട്ട് ബന്ധപ്പെട്ട സംഭവമാണ്. പേടിയില്ലാത്ത ആൾക്കാർക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. പണ്ടത്തെ ആൾക്കാർക്ക് പേടി ഉള്ളതുകൊണ്ടും അവർ അലേർട്ടായതുകൊണ്ടും, അതായത് ഗുഹാവാസികളായിട്ട് മനുഷ്യന്മാർ പേടി ഉള്ളതുകൊണ്ടും അലേർട്ടായതുകൊണ്ടുമാണ് അവർ സർവൈവ് ചെയ്ത് വന്ന്. ഇനിയിപ്പോൾ പേടിയില്ലാത്ത ആൾക്കാർ അന്ന് സിംഹത്തിൻ്റെ മുന്നിൽ നെഞ്ചി വിരിച്ചിരുന്ന ആൾക്കാർ ഇന്നില്ല. അവരുടെ പിന്മുറക്കാർ ഇന്നില്ല. കാരണം അവരെ എല്ലാം അപ്പം തന്നെ തീർത്തിട്ടുണ്ടായിരിക്കും. മനസ്സിലായി? അപ്പം ആ പേടിച്ച് കഴിഞ്ഞിരുന്ന ആൾക്കാരാണ് സർവൈവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ പേടിച്ച് കഴിഞ്ഞിരുന്ന ആൾക്കാരുടെ പിൻഗാമികളാണ് നമ്മൾ. ഇവിടെ കിട്ടി. അപ്പം നമുക്കും സ്വാഭാവികമായിട്ടും ആ ഒരു പേടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പേടി കാണും, ആങ്സൈറ്റി കാണും, സ്ട്രെസ്സ് കാണും. മറ്റുള്ള ജീവജാലങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലാകാനായിരിക്കും സാധ്യത. പുലിയും സിംഹം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവർക്ക് നോർമലി ആരോഗ്യമുണ്ട്. ആ സ്പീഷീസൊക്കെ നല്ല ആരോഗ്യമുണ്ട്. പക്ഷേ മനുഷ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ആനിമൽ കിങ്ഡത്തിൻ്റെ ഏറ്റവും ഒരു വീക്കസ്റ്റ് ആയിട്ടുള്ള ആനിമൽ എന്ന് പറഞ്ഞത്. ഒരു മാൻ്റെ ഒരു തൊഴി കിട്ടിയാൽ മതി, മനുഷ്യൻ്റെ കാര്യം തീരുമാനമാകും.
ബലപ്രയോഗം കൊണ്ട് നമുക്ക് ഇതിനെ ഒന്നും കീഴ്പ്പെടുത്താൻ പറ്റത്തില്ല. ഒരു പട്ടിയെ പോലും മനുഷ്യനെ കീഴ്പ്പെടുത്താൻ വലിയ പാടായിരിക്കും. അപ്പോൾ എല്ലാം പ്രത്യേക ട്രെയിൻ വേണം. പക്ഷേ ഇവർക്കൊക്കെ ഓൾറെഡി ആ ട്രെയിനിങ് ഉണ്ട്, നേച്ചറിൽ നിന്ന് ആ ട്രെയിനിങ് കിട്ടുന്നുണ്ട്. പക്ഷെ നമുക്കത് ആ ഒരു കപ്പാസിറ്റി ഇല്ല. അപ്പം നമ്മൾ അന്നത്തെ പൂർവികർ എന്ന് പറയുമ്പോൾ അത്രയും ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ഒളിച്ചും പാത്തും പേടിച്ചും ഒക്കെ വളർന്നു വന്ന ഒരാൾക്കാരാണല്ലോ. അപ്പോൾ അത്രയും ആൾക്കാർ മാത്രമേ ഉള്ളൂ സർവൈവ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അവരുടെ പിന്മുറക്കാരാണ് നമ്മൾ. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും ആ പേടി, ആങ്സൈറ്റി, ഇതുപോലത്തെ കാര്യങ്ങളെല്ലാം ഉണ്ടാകും. അപ്പം നമ്മൾ അതെല്ലാം മാറി നമ്മൾ നല്ല സെറ്റപ്പായിട്ടുള്ള സ്ഥലങ്ങളിൽ ജീവിക്കുകയും സിറ്റികളിൽ ജീവിക്കുകയും നമ്മൾ ട്രേഡിങ്ങിലോട്ടോ അല്ലെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ഈ പ്രശ്നങ്ങൾ വരും. അതിൻ്റെ റൂട്ട് കോസ് അതാണ്. അപ്പം നമ്മളത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. പിന്നെ നമ്മളെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാനിപ്പുലേറ്റ് ഒക്കെ ചെയ്ത് കുറച്ച് മോഡിഫിക്കേഷൻ ഒക്കെ വരുത്തിയിട്ട് നമുക്ക് ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അല്ലാതെ നമുക്ക് പൂർണ്ണമായിട്ട് നമ്മളെ ഒന്ന് ട്രാൻസ്ഫോം ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. കാരണം അത് നമ്മുടെ സർവൈവലുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. കാരണം ഇനിയുള്ള ഫ്യൂച്ചർ എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒരു 500 വർഷം കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. ഇന്നത്തെ ഈ ആറ്റം ബോംബും പരിപാടിയൊക്കെ കാണിച്ചിട്ട് മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര പ്രശ്നങ്ങളല്ലേ. ഈ പ്രശ്നങ്ങളെല്ലാം കാരണം ഒരു തേർഡ് വേൾഡ് വാറൊക്കെ വന്നിട്ട് ലാസ്റ്റ് വീണ്ടും അമ്പും വില്യത്തോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അന്നത്തെ ആൾക്കാർക്ക് പേടിയില്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള ആനിമൽസ് നമ്മളെ കീഴ്പ്പെടുത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. നമ്മുടെ മനുഷ്യന്മാർ ഇത്ര ഡേഞ്ചറസ് ആയ ആൾക്കാരാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതോടെ നിൽക്കട്ടെ, നമ്മുടെ മെയിൻ കാര്യത്തോട്ട് വരാം. അപ്പോൾ നമുക്ക് ട്രേഡിംഗ് പോലത്തെ ഫീൽഡിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഇതുകൊണ്ടാണ്. ഇതിൻ്റെ റൂട്ട് കോസ് ഇതാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്യാം, ഈ ഇമോഷൻസിനെ നമുക്ക് ഫ്രീ ആക്കി വിടാൻ പറ്റത്തില്ല. നമ്മളതിനെ പിടിച്ചു വെക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നൊരു പരിപാടിയാണ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. അവിടെയാണെങ്കിൽ നമുക്ക് ഫിക്സഡ് ആണ് സംഭവങ്ങളെല്ലാം. അപ്പോൾ ഫിക്സഡ് ആയിട്ട് സ്ട്രാറ്റജിയുടെ പ്രത്യേകത ഇതാണ്. അവിടെ നമുക്ക് ഓൾറെഡി വരാൻ പോകുന്ന കാര്യത്തെപ്പറ്റി നമുക്ക് ഏകദേശം ഒരു ധാരണയുണ്ട്, അല്ലെങ്കിൽ എത്രയാണ് ലോസ് എന്നുള്ളത് നമുക്ക് ഏകദേശം ധാരണയുണ്ട്. അപ്പോൾ ഒരു ഫിയർ നമുക്ക് അവിടെ കുറയ്ക്കാൻ പറ്റും. അതാണ് ഈ സ്ട്രാറ്റജികളുടെ ഇമ്പോർട്ടൻസ്. നമുക്ക് ഈ സ്കാൽപ്പിംഗ് അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഒന്നും വെക്കാത്ത രീതിയിലുള്ള ട്രേഡിംഗ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ അവിടെ എന്ന് പറയുമ്പോൾ പ്യുവർലി ഡിസിഷൻ മേക്കിംഗ് ആണ്. ആ ഡിസിഷൻ മേക്കിംഗ് പക്ക അല്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവിടെ പണി കിട്ടും. പക്ഷേ ഡിസിഷൻ മേക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ ഇതാണ്, ഈ ഒരു DNA നമ്മുടെ ഉള്ളിലുള്ളിടത്തോളം കാരണം നമുക്ക് ഡിസിഷൻ മേക്ക് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ട് നമുക്കൊരു ഇൻസെക്യൂരിറ്റി എപ്പോഴും ഫീൽ ചെയ്യും നമ്മൾ ട്രേഡ് ചെയ്യുന്ന നേരത്ത്. നമ്മുടെ ഇൻസ്റ്റിങ്ക്റ്റ് ബേസിലായിരിക്കും നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഇൻസ്റ്റിങ്ക്റ്റ് എപ്പോഴും നമ്മളെ സേഫ് ആക്കാൻ വേണ്ടിയായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇപ്പം പെട്ടെന്ന് ലോസ് വന്നു, വിൽക്കെന്ന് പറയും, നമ്മുടെ മനസ്സ് പറയും, നമ്മൾ വിറ്റ് കഴിയുമ്പോൾ വീണ്ടും മാർക്കറ്റ് തിരിച്ച് കയറും. അപ്പം നമ്മൾ വിചാരിക്കും വിൽക്കണ്ടായിരുന്നു കഴിക്കും. പക്ഷേ ആ ഒരു പ്രോസസ്സ് നമ്മുടെ മനസ്സിൽ നടന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ട്രേഡിങ്ങിൻ്റെ സമയത്ത് നമ്മുടെ ഇമോഷൻസിന് അങ്ങനെ ഫ്രീ ആയിട്ട് വിടാതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ വെച്ച് പിടിച്ചു വെക്കാൻ നോക്കണം. അല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിനാണ് ഈ സ്ട്രാറ്റജി എന്ന് പറയുന്ന സംഭവമൊക്കെ നമ്മളെ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. അവിടെ നമുക്ക് ഒരു പരിധി കൂടുതൽ ഇമോഷൻസ് നമ്മൾ ഓവർകം ചെയ്യാതെ നമ്മുടെ ലോജിക്കലി നമുക്ക് ചിന്തിക്കാനുള്ളൊരു ഫ്രീ സ്പേസ് കിട്ടുന്നതായിരിക്കും സ്ട്രാറ്റജിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ എങ്ങനെയാണ് ഈ സംഭവം നടക്കുന്നത് പറഞ്ഞാൽ ഈ അമിഗ്ഡല്ല ഹൈജാക്ക് എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ അമിഗ്ഡല്ല എന്ന് പറയുന്ന സാധനമാണ് നമ്മുടെ ഇമോഷൻസിനെല്ലാം കൂടുതൽ ഡ്രൈവ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ലോജിക്കൽ അനാലിസിസ് എല്ലാം നമ്മൾ പ്രീഫ്രണ്ടൽ കോർട്ടക്സിൽ എടുക്കുകയും ബാക്കി നമ്മുടെ ഇമോഷൻസ് എല്ലാം അമിഗ്ഡലയാണ് കൺട്രോൾ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ കൂടുതൽ സമയം നമ്മൾ ലോജിക്കലായിരിക്കും ചിന്തിക്കുന്നത്. പ്രീഫ്രണ്ടൽ കോർട്ടക്സ് വെച്ചായിരിക്കും നമ്മൾ ഒരു ടൈം എടുത്ത് നമ്മൾ എടുക്കേണ്ട തീരുമാനമെല്ലാം നമ്മൾ അത് വെച്ചായിരിക്കും എടുക്കുന്നത്. പക്ഷേ ഇൻസ്റ്റന്റ് ആയിട്ട് എടുക്കേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ പെട്ടെന്ന് ഈച്ച നമ്മൾ കണ്ടോട്ട് വരുവാണ്, പെട്ടെന്ന് നമ്മൾ കണ്ടടക്കത്തില്ലേ, അത് ഇൻവോളണ്ടറി ആയിട്ട് നടക്കുന്ന സംഭവമാണ്. പക്ഷേ അതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് അമിഗ്ഡലയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ട്രാൻസാക്ഷൻ കൺട്രോൾ ചെയ്യുന്ന അമിഗ്ഡല നടത്തില്ല. പക്ഷേ ഇമോഷൻസിന്റെ സംഭവം കൺട്രോൾ ചെയ്യുന്നത് അമിഗ്ഡലയാണ്. റാഷണലായിട്ട് ചിന്തിക്കുന്ന നമ്മളുണ്ടല്ലോ, റാഷണലായിട്ട് ചിന്തിക്കുന്ന നമ്മുടെ തോട്ട്സ് എല്ലാം നമ്മൾ നോർമലി ഇരിക്കുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ ചിന്തിച്ച് നല്ല ട്രേഡിംഗ് സെറ്റപ്പും പരിപാടിയെല്ലാം നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് വരും. പക്ഷേ നമ്മൾ ട്രേഡിംഗ് ടെർമിനൽ ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ റാഷണൽ മൈൻഡ് അല്ല അവിടെ വർക്കാകുന്നത്, അമിഗ്ഡലയാണ് അവിടെ വർക്കാകുന്നത്. അമിഗ്ഡല വർക്കാകുമ്പോഴത്തേക്കും നമ്മുടെ മൊത്തത്തിലുള്ള സ്വഭാവം തന്നെ അങ്ങ് മാറിപ്പോകും. കാരണം നമ്മൾ ഭയങ്കര ഹൈപ്പർ ആവും. ഹൈപ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് പേടി കൂടും, നമ്മുടെ അഡ്രിനാലിൻ റഷ് ഭയങ്കരമായിട്ട് കൂടും. അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ നമ്മുടെ നാഷണൽ മൈൻഡ് അല്ല നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്, നമ്മുടെ ഇമോഷണൽ മൈൻഡാണ് അവിടെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ആ ഇമോഷൻസ് അവിടെ ഓവർലോഡ് ചെയ്യുമ്പോഴത്തേക്കും നോർമലി നമ്മൾ ചിന്തിച്ച കാര്യങ്ങളെല്ലാം നമ്മളവിടെ മറന്നു പോകും. അതാണ് സംഭവിക്കുന്നത്. പെട്ടെന്ന് അതിന് തീരുമാനം എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് സ്ട്രാറ്റജി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു ലോസ് വരത്തില്ല. പക്ഷേ നമ്മൾ സ്ട്രാറ്റജിക്കൽ അല്ലാത്ത ഒരു രീതിയിലാണ് നമ്മൾ ചിലപ്പോൾ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, രണ്ട് രീതിയിൽ ആൾക്കാർ ചെയ്യുന്നുണ്ട്, അതൊക്കെ ഓരോരുത്തർ സൗകര്യം. പക്ഷേ നമ്മുടെ ഇമോഷൻസ് ഒരുപാടുള്ള ആൾക്കാരാണെന്ന് വെച്ചാൽ അവർ സ്ട്രാറ്റജിയെ ബേസ് ചെയ്തായിരിക്കും കുറച്ച് നല്ലത്. അതായത് ടൈം കൂടുതൽ എടുക്കുന്ന രീതിയിലുള്ള ട്രേഡിംഗ് സെറ്റപ്പ് ആയിരിക്കും അവർക്ക് കുറച്ച് സൂട്ടബിൾ ആകുന്നത്. പക്ഷേ ഓപ്ഷൻസ് ഒക്കെ വരുമ്പോഴത്തേക്കും അവിടെ നമുക്ക് സമയത്ത് അനുസരിച്ചായിട്ട് പെട്ടെന്ന് തീരുമാനം എടുക്കണം. ഈ പെട്ടെന്ന് തീരുമാനം എടുക്കുമ്പോഴത്തേക്ക് ഈ തീരുമാനങ്ങളെല്ലാം അമിഗ്ഡലയാണ് നമ്മളെ കൊണ്ട് എടുപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു കോൺസിക്യൂട്ടീവ് ആയിട്ട് പെട്ടെന്ന് തീരുമാനം, റിവെഞ്ച് ട്രേഡ്, ഇതൊക്കെ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ നമുക്കത് നോർമലി ചിന്തിക്കാനുള്ളൊരു സമയം കൂടി നമുക്ക് പലപ്പോഴും കിട്ടത്തില്ല. അതുകൊണ്ടാണ് നമ്മളെ മണ്ടത്തിനും വീണ്ടും കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ട്രിഗറിംഗ് ഒക്കെ നമുക്ക് ഉണ്ടാക്കുന്ന അമിഗ്ഡലയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അമിഗ്ഡല കൺട്രോൾ എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ ട്രേഡിംഗ് കരിയറിൽ ലോസ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം നമുക്ക് അത് എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞേ പറ്റത്തുള്ളൂ. പൂർണ്ണമായിട്ടും നമ്മുടെ ഗ്രീഡ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ആങ്കർ, പേടി, ഇതൊന്നും നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ട്രേഡിംഗ് ടർമിൽ ഇരിക്കുമ്പോഴത്തേക്കും നമ്മളെ പൂർണ്ണമായിട്ടും അമിഗ്ഡല കൺട്രോൾ എടുത്ത് നമ്മുടെ ട്രേഡിംഗ് എല്ലാം കുളവാക്കുന്ന ലെവലിലോട്ടുള്ള ട്രേഡിംഗ് നമ്മൾ പിടിച്ചു കെട്ടിയേ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ സംഭവം അറിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ തലച്ചോറ് എങ്ങനെയാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ട്രേഡിംഗ് ടർമിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി, നിങ്ങൾക്ക് തന്നെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യും. എനിക്കും പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ട് ഈ ഒരു സംഭവം. അതായത് നമ്മൾ ട്രേഡിംഗ് ടർമിൽ ഇരിക്കുന്നു, അപ്പോൾ നമ്മളൊരു ട്രേഡിലോട്ട് എൻ്റർ ചെയ്യുന്നു. അപ്പോൾ അത് ലോസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് രണ്ട് രീതി പറയും. അതായത് എക്സിറ്റ് ചെയ്യും, അല്ലാതെ തിരിച്ചു കയറും. അപ്പോൾ നമുക്ക് രണ്ടും ഒരുപോലെ ഈക്വലായിട്ട് 50-50 ആണ് നമുക്ക് ചിലപ്പോൾ തോന്നുന്നത്.
അപ്പോൾ നമ്മൾ എന്താണ് തോന്നിയത് അങ്ങ് ചെയ്യും. ചിലപ്പോൾ എക്സിറ്റ് ചെയ്യും, ചിലപ്പോൾ വെയിറ്റ് ചെയ്യും. നമ്മൾ എക്സിറ്റ് ചെയ്യുമ്പോഴായിരിക്കും മാർക്കറ്റ് നമ്മൾ ലോസ് ബുക്ക് ചെയ്യും, മാർക്കറ്റ് തിരിച്ച് നല്ലപോലെ കയറിപ്പോകും. പക്ഷെ നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോഴായിരിക്കും മാർക്കറ്റ് ഇടിച്ച് പൊളിച്ച് താഴോട്ട് പോകുന്നത്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് കൂടുതൽ ലോസ് വരും. അപ്പോൾ വീണ്ടും നമുക്ക് ആ ലോസ് കവർ ചെയ്യാൻ വേണ്ടി റിവഞ്ച് ട്രേഡിലോട്ട് നമ്മൾ പെട്ടെന്ന്, അതായത് ക്വിക്കായിട്ടായിരിക്കും നമ്മൾ റെസ്പോൺസ് എടുക്കുന്നത്. പെട്ടെന്ന് മാർക്കറ്റ് തിരിയുമ്പോൾ നമ്മൾ റാഷണൽ മൈൻഡ് വെച്ച് ചിന്തിക്കാനുള്ള ഒരു സംഭവം നമുക്ക് കിട്ടത്തില്ല, ആ ടൈം കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ ക്വിക്കായിട്ട് അടുത്ത ട്രേഡിൽ എൻ്റർ ചെയ്യുകയും ചെയ്യും. അത് പെട്ടെന്ന് അതും ക്വിക്കായിട്ട് നമ്മൾ എക്സിറ്റ് ചെയ്യും. അപ്പം ചെറിയൊരു ഇടവേളയിൽ നമ്മൾ അടുപ്പിച്ച് 3 ട്രേഡ് എടുക്കും. ഇപ്പോൾ റിവഞ്ച് ട്രേഡ് എന്ന് പറഞ്ഞാൽ ഒരു ട്രേഡ് എടുത്തിട്ട് കുറേ നേരം കഴിഞ്ഞ് എടുക്കുന്നതല്ല, ഈ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ ആ ഒരു അഡ്രിനാലിൻ റഷ് കാരണം നമ്മൾ വേറെ ട്രേഡിലോട്ട് നമ്മളിങ്ങനെ സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കും. ലോസ് വന്ന് അപ്പം ലോസ് ബുക്ക് ചെയ്യുന്നു, കൂടുതൽ ക്വാണ്ടിറ്റി കൂട്ടുന്നു. അപ്പോൾ അങ്ങനെയുള്ള പ്രവണത ഇല്ലേ, ഇൻസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്ന ആ പ്രവണതയ്ക്കാണ് അമിഗ്ഡല ഹൈജാക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ അമിഗ്ഡല കൺട്രോൾ എടുക്കാൻ ഒരിക്കലും നമ്മൾ ട്രേഡിങ്ങിൻ്റെ സമയത്ത് സമ്മതിക്കാൻ പാടില്ല. അതായത് ഓപ്ഷൻസ് ചെയ്യുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് അവരെ ഏറ്റവും കൂടുതൽ ലോസിലാക്കാനുള്ള പ്രധാന കാരണം വെച്ചാൽ ഈ അമിഗ്ഡല കൺട്രോളിംഗ് ആണ്. അപ്പോൾ അമിഗ്ഡല ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ നമ്മൾ അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മുടെ ട്രേഡിംഗ് സൈക്കോളജിയൊക്കെ ബൂസ്റ്റപ്പ് ചെയ്യുന്ന നേരത്ത് നമുക്ക് പൂർണ്ണമായിട്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഒരു കാര്യങ്ങളും. അതാണ് പല ആൾക്കാരും അത് പറഞ്ഞു കൊടുക്കുന്നില്ല. നമുക്ക് ഈ ഇമോഷൻസിനെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അല്ലാതെ പൂർണ്ണമായിട്ട് അത് എലിമിനേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. അത് നമ്മുടെ ലൈഫിൽ നമുക്ക് ആവശ്യമുള്ള സാധനമാണ്. അതുകൊണ്ട് ഇമോഷൻസ് നമുക്ക് വേണം, പക്ഷേ ആ ഇമോഷൻസിനകത്ത് പോലും നമുക്ക് കൺട്രോൾ ആയിരിക്കണം. അതാണ് എൻ്റെ ഉദ്ദേശിക്കുന്നത്. ഓവറായിട്ട് നമ്മൾ എല്ലാത്തിലും അങ്ങ് തലവെച്ച് കൊടുക്കാതെ കുറച്ചൊക്കെ കൺട്രോൾ ചെയ്ത് പിടിച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ പ്രോഫിറ്റിലോട്ട് കൊണ്ടുവരാൻ പറ്റണം. നമ്മുടെ ഉദ്ദേശം എന്ന് പറയുമ്പോഴത്തേക്കും ഷെയർ മാർക്കറ്റിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പോൾ അതിനകത്ത് വേണ്ട കുറച്ച് അത്യാവശ്യപ്പെട്ട സാധനമാണ് ഈ സൈക്കോളജി എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ അത് കുറച്ചൊക്കെ മറ്റുള്ള ഏത് ടെക്നിക്കൽ അനാലിസിസ് ആയാലും മറ്റെന്ത് സംഭവമായിട്ട് നമുക്ക് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. പക്ഷേ സൈക്കോളജി എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ സൈക്കോളജി പഠിക്കുക, ടെക്നിക്കൽ അനാലിസിസ് പഠിക്കുക, അത് രണ്ടല്ല. ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് സൈക്കോളജി താല്പര്യം. പക്ഷേ നമ്മൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. ടെക്നിക്കൽ അനാലിസിസ് വെച്ച് നമ്മുടെ സൈക്കോളജി കൺട്രോൾ ചെയ്യാൻ പറ്റണം. പിടിയോ? കാരണം ടെക്നിക്കൽ അനാലിസിസ് നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. എന്നിട്ട് ടെക്നിക്കൽ അനാലിസിനകത്ത് നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് കൊണ്ടുവരിക. അതാണ് എൻ്റെ കറക്റ്റ് മെത്തേഡ്. ടെക്നിക്കൽ അനാലിസിസ് യൂസ് ചെയ്ത് നിങ്ങളുടെ സൈക്കോളജി നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞു തന്ന സംഭവം. സൈക്കോളജി മൊത്തം പഠിച്ചിട്ട് നമുക്ക് ഒന്നും അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുക, ടെക്നിക്കൽ അനാലിസിസ് വെച്ച് നമ്മൾ കൃത്യമായിട്ട് ട്രേഡിംഗ് പ്ലാൻ ഉണ്ടാക്കുക. ആ ട്രേഡിംഗ് പ്ലാൻ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് അത് മാക്സിമം എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതാണ് ടെക്നിക്കൽ അനാലിസിൻ്റെ ഹെൽപ്പോട് കൂടി നമ്മുടെ സൈക്കോളജിയെ കൺട്രോൾ ചെയ്തുകൊണ്ട് നമുക്ക് പ്രോഫിറ്റ് ആക്കാൻ പറ്റുന്നൊരു വഴി. അപ്പം ഈ ഒരു മെത്തേഡിൽ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ വിന്നിങ് പ്രോബിലിറ്റി കുറച്ചുകൂടെ കൂടുതലാണ്. അതായത് ടെക്നിക്കൽ അനാലിസിനെ പൂർണ്ണമായിട്ട് ഇഗ്നോർ ചെയ്ത് കളയരുത്. ടെക്നിക്കൽ അനാലിസിസ് ആവശ്യമുണ്ട്, കൃത്യമായിട്ട് ആവശ്യമുണ്ട്. കാരണം നമ്മുടെ റിസ്ക് എത്രയാണെന്ന് നമ്മൾ കൃത്യമായിട്ട് കൂട്ടണം. പിന്നെ എന്തുവാ, നമുക്ക് ബെയർ ചെയ്യാൻ പറ്റുന്ന ലോസ് എത്രമാത്രം ഉണ്ടെന്ന് നമ്മൾ കൂട്ടുക. പിന്നെ നമ്മുടെ മാസ ചിലവുകൾ, പിന്നെ നമുക്ക് മാസത്തിലെ ഇൻകം, അതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് നമ്മളൊരു ട്രേഡിംഗ് പ്ലാൻ സെറ്റ് ചെയ്യുന്നത്. നമുക്കൊരു മാസം എത്ര രൂപ ലോസ് ആക്കാൻ പറ്റും, എത്ര രൂപ ഗെയിൻ ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ടെക്നിക്കലിയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം ഒരു ട്രേഡിംഗ് പ്ലാൻ, ഇപ്പം നമ്മളൊരു മെൻ്റൽ ലെവലിൽ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഹൈലി ഇമോഷണൽ ആയിട്ടുള്ള ആൾക്കാരാണോ, അല്ലെന്നുണ്ടെങ്കിൽ മീഡിയം ഇമോഷണൽ ആയിട്ടുള്ള ആൾക്കാരാണോ, അല്ലെങ്കിൽ ഇമോഷൻസേ ഇല്ലാത്ത ആൾക്കാരാണോ? അങ്ങനെ ആൾക്കാരുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം അതിലേതാണ് നമ്മളൊന്ന് ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് നമ്മുടെ ടെക്നിക്കൽ അനാലിസിസ് വെച്ചിട്ട് നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ ഹൈലി ഇമോഷണൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചൊരു സ്ട്രോങ് ആയിട്ടുള്ള സ്ട്രാറ്റജി, അതായത് ആ സ്ട്രാറ്റജി നമ്മൾ മുറുക്കെ പിടിച്ചേ പറ്റത്തുള്ളൂ. ഇപ്പോൾ നമ്മളൊരു മീഡിയം ഇമോഷണൽ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമുക്കൊരു കുറച്ചുകൂടെ ഒരു റിസ്ക് കൂട്ടി വെച്ചുള്ള സ്ട്രാറ്റജിയൊക്കെ നോക്കാൻ പറ്റും. കാരണം അവിടെ അവർക്ക് റിസ്ക് മാനേജ് ചെയ്യാൻ പറ്റും സൈക്കോളജിക്കലി. അപ്പോൾ അവർക്ക് അത് വിന്നിങ് പോസിബിലിറ്റി കൂടുതലാണ്. അതായത് ഓരോരുത്തരുടെ മെൻ്റൽ കപ്പാസിറ്റി ഉണ്ടല്ലോ, ഇമോഷൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി ഉണ്ടല്ലോ, ആ ഒരു കപ്പാസിറ്റി അനുസരിച്ചാണ് പല ആൾക്കാരുടെ ട്രേഡിംഗ് സ്റ്റൈലും വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പല ആൾക്കാർക്കും പല ട്രേഡിംഗ് സ്റ്റൈൽ നമ്മൾ തന്നെ ഡിസ്കവർ എടുക്കുന്നത് പറഞ്ഞത്. അതായത് നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് എന്താണോ, നമ്മുടെ ഇമോഷണൽ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണോ, അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ട്രേഡിംഗ് സ്ട്രാറ്റജി കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അത് ഓരോ ആൾക്കാരും വ്യത്യസ്തമായിരിക്കും. മനസ്സിലായി? അതുകൊണ്ട് ഇതെന്ന് വെച്ചാൽ ഒരു സെൽഫ് ഡിസ്കവറി സാധനമാണ്. അപ്പം എനിക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കത്തില്ല വേറെ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ കൂട്ടുകാരുണ്ട്, അപ്പോൾ ഞാനും എൻ്റെ കൂട്ടുകാർ കുറേ പേരുണ്ട്. അപ്പോൾ അവരുണ്ടെങ്കിലും അവരും എല്ലാം വേറെ സ്ട്രാറ്റജീസ് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഒരുമിച്ച് ചെയ്യാത്തത്? കാരണം ഒരുമിച്ച് ചെയ്യാത്തതെന്ന് വെച്ചാൽ ചില സ്ട്രാറ്റജി ചില ആൾക്കാർക്ക് അങ്ങ് ഷൂട്ടാകത്തില്ല, ചിലർക്ക് ഷൂട്ടാകത്തില്ല, അങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്. അപ്പം നമ്മൾ ഏതാണ് കംഫോർട്ടായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു സ്ട്രാറ്റജിയിലോട്ട് നമ്മൾ പതുക്കെ അങ്ങ് ആയി പോകുന്നതാണ്. അല്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി ലോസിലായി പോകുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും പോളിഷ് സ്ട്രാറ്റജിയൊക്കെ ബൂസ്റ്റപ്പ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമ്മുടെ സൈക്കോളജി നമ്മുടെ ടെക്നിക്കിലൂടെ ബ്ലെൻഡായിട്ട് ഒരുമിച്ച് നമുക്ക് റിസൾട്ട് വരാൻ തുടങ്ങും. അതാണ് അതിൻ്റെ ഒരു മെയിൻ സംഭവം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ പിന്നെ നമ്മുടെ ട്രാക്ക് മനസ്സിലാവും. ശരി, ഇതാണ് എൻ്റെ റിസ്ക്, ഇതാണ് എൻ്റെ മൈൻഡിൻ്റെ കപ്പാസിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അപ്പം നമുക്ക് ഈസി ആയിട്ട് നമുക്ക് അതിൻ്റെ ഒരു ഫ്ലോ കിട്ടും. പിന്നീട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ടെക്നിക്കൽ അനാലിസിസ് പൂർണ്ണമായിട്ട് ഇഗ്നോർ ചെയ്യേണ്ട കാര്യമില്ല. ടെക്നിക്കൽ അനാലിസിസ് വെച്ചിട്ട് നിങ്ങളുടെ സൈക്കോളജി കൺട്രോൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് സൈക്കോളജിക്കലി നിങ്ങൾ ക്ലിയർ ആവും, ടെക്നിക്കലി നിങ്ങൾ അപ്ഡേറ്റ് ആവുകയും ചെയ്യും.
അപ്പോൾ ഇതൊരു ന്യൂ ഇയർ ടിപ്പായിട്ട് എല്ലാവരും കരുതുക. എന്നിട്ട് ഈ ഒരു വർഷം നിങ്ങൾ കംപ്ലീറ്റ്ലി 365 ദിവസം ഉണ്ടല്ലോ, അത്രയും ഘട്ടത്തിൽ എന്നാലും വർക്കിംഗ് ഡേയ്സ് ഒരു 200 ദിവസം കിട്ടുമായിരിക്കും. ടെക്നിക്കൽ അനാലിസിസ് വെച്ചിട്ട് സൈക്കോളജി കൺട്രോൾ ചെയ്ത് പ്രോഫിറ്റബിൾ ആകുക എന്നുള്ള രീതിയിൽ ആ ഒരു സംഭവം നമ്മൾ ഉള്ളിലോട്ട് എടുക്കുക. എന്നിട്ട് നമ്മളങ്ങ് ചെയ്യാൻ നോക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ നമ്മളങ്ങ് പ്രോഫിറ്റബിൾ ആയിക്കോളും. അതുകൊണ്ട് ഈ വർഷം എല്ലാവരും പ്രോഫിറ്റബിൾ ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതുപോലത്തെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഹാപ്പി ഇൻവെസ്റ്റിംഗ്, ഹാപ്പി ട്രേഡിംഗ്. സീ ഇൻ നെക്സ്റ്റ് വീഡിയോ.